നമസ്കാരം. കേരള സംസ്ഥാന ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണർ പ്രൊഫസർ ഡോക്ടർ പി.ടി. ബാബുരാജ്. സാമൂഹ്യനീതി വ്യക്തികളുടെ മൗലികാവകാശമാണ്. എല്ലാ ദുർബല വിഭാഗങ്ങളെയും പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായവരെ പിന്തുണയ്ക്കുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള സർക്കാർ നയങ്ങളും പരിപാടികളും നടപ്പിലാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് സാമൂഹ്യ നീതി വകുപ്പ്. ഭിന്നശേഷിക്കാരെ ശാക്തീകരിക്കുന്നതിനുള്ള തത്വങ്ങളുടെയും ക്ഷേമം എന്നതിലുപരി അവകാശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സമീപനത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തുമാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, സാമൂഹ്യ സുരക്ഷ എന്നിവ ഇതുവഴി സാമൂഹ്യനീതി വകുപ്പ് ഉറപ്പാക്കുന്നു. 2016 സംസ്ഥാന ഭിന്നശേഷി അവകാശ നിയമം ഭിന്നശേഷി സമൂഹത്തിന് അർഹതപ്പെട്ട എല്ലാ അവകാശങ്ങളെയും ഉറപ്പുവരുത്തുന്നു. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റ് അവതരിപ്പിക്കുന്ന ഈ ഹ്രസ്വചിത്രം സമൂഹത്തിന്റെ കണ്ണു തുറപ്പിക്കുമെന്ന് ഉറപ്പാണ്. നിങ്ങൾക്കായി ഈ ഹ്രസ്വചിത്രം സമർപ്പിക്കുന്നു. നന്ദി. ബാലേട്ടാ, വണ്ടി കിടക്കുന്നേ, ഞാൻ അങ്ങോട്ട് പോവുക. ആ, ഇന്ന് മോനാണല്ലോ ആദ്യം. അച്ഛനെവിടെ? ദേ വരുന്നുണ്ട്. എന്താ ബാലു, ഇന്ന് നേരത്തെയാണല്ലോ? ഓട്ടം കുറവാ രമേച്ചി, നേരത്തെ വീട് പിടിക്കാന്ന് കരുതി. ആ, സുരേന്ദ്ര, എങ്ങനുണ്ടായിരുന്നു കച്ചവടം? ഓ, വളരെ മോശം ബാല. വെയിൽ കൊള്ളുന്നത് മാത്രം മിച്ചം. നിങ്ങളുടെ വഴി പ്രശ്നത്തെ കുറിച്ച് തമ്പി മുതലാളി എന്തോ പറയുന്നു? കൈയും കാലും പിടിച്ചു നോക്കി ബാലേട്ടാ, അയാൾ അടുക്കുന്നില്ല. ഞങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ലോകത്തെങ്ങും ഇല്ലാത്ത വിലയാ 2 സെന്റ് അയാൾ ചോദിക്കുന്നത്. 2 സെന്റ് ഭൂമി ആ തമ്പിമൊലാളി കൊടുത്തിരുന്നെങ്കിൽ വഴിക്ക് വീതി കൂട്ടി സൈക്കിൾ ഓടിച്ച് ആ പാവത്തിന് വീട്ടിൽ പോകാമായിരുന്നു. ഓ, അതൊന്നും നടക്കില്ലെന്നേ. ജീവിതകാലം മുഴുവൻ ഇഴഞ്ഞ് വീട്ടിൽ കയറാനാകും എന്റെ വിധി. അപ്പം ഞങ്ങൾ ഇറങ്ങുന്ന ബാലേട്ടാ. ലക്ഷപ്രഭുവല്ലേ തമ്പി മുതലാളി. ഒരല്പ മനുഷ്യത്വം കാട്ടി ഒരു 2 സെന്റ് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ആ പാവത്തിന് ഗതി വരുമായിരുന്നു. ഉള്ളവരാണ് ബാലേട്ട ഒന്നും കൊടുക്കാത്തത്. ഭിന്നശേഷിക്കാരുള്ള സമൂഹത്തിന്റെ മനോഭാവമാണ് ആദ്യം മാറ്റേണ്ടത്. അയ്യോ ചോര വന്നുണ്ടല്ലേ? അവരോട് പറഞ്ഞല്ലോ. എവിടുന്നാടാ മോനെ കുപ്പിച്ചിൽ ഇവിടെ വന്നത്? അച്ഛാ,
നല്ല വേദന ഉണ്ടല്ലേ അച്ഛാ? അമ്മേ, സുമേ, കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തേ. ആ അയ്യോ, ഇതെന്ത് പറ്റി? കാല് മുറിഞ്ഞിരിക്കുന്നല്ലോ. അയ്യോ, കൈയും മുറിഞ്ഞല്ലോ. എന്താ പറ്റിയത്? ഒന്ന് പറയണം മോനെ. അതിനു വേണ്ടി ഒന്നുമില്ലടി, നീ ഒരു ഗ്ലാസ് വെള്ളം എടുത്തേക്ക്. ആ, ഓ, നല്ല നീറ്റലുണ്ടല്ലോടാ മോനെ. 2 ദിവസം നല്ല നീറ്റിൽ വേണോ അച്ഛാ? നമുക്ക് മരുന്ന് വെച്ച് കേട്ടാം. ആ, നമുക്ക് നോക്കാം. ഇതാ വെള്ളം കുടിക്കേ. കുപ്പിച്ചിലോ മറ്റോ കൊണ്ടതാണമ്മേ. അയ്യോ, നമ്മുടെ വഴിയെന്നോ? ആ, ഒരു വഴിയില്ലാത്ത ഒരു ഗതികേട്. മോനെ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്കൊന്നുകൂടി തമ്പിമോലാളിയോട് ഒന്ന് പോയി ചോദിച്ചാലോ? ചിലപ്പോ നമ്മുടെ കഷ്ടപ്പാട് കണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് മാറിയാലോ? പല വട്ടം പോയി കാല് പിടിച്ചതല്ലേ അമ്മേ. നാണം കേടാ, എനിക്കിനി വയ്യ. അങ്ങനെ പറയല്ലേ മോനെ. ആവശ്യക്കാര് നമ്മളല്ലേ. അഭിമാനമല്ലിപ്പോ വലുത്. അച്ഛന്റെ അവസ്ഥ കണ്ടില്ലേ? കരയണ്ട. ശരി, നമുക്ക് ഒന്നുകൂടെ ചോദിച്ചു നോക്കാം മോനെ. നിങ്ങളോ വീണ്ടും വന്നോ? നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ വഴി പ്രശ്നവും പറഞ്ഞുകൊണ്ട് മേലാൽ ഇങ്ങോട്ട് വരരുതെന്ന്. അങ്ങനെ പറയല്ലേ മാഡം. തമ്പി സാറിനെ കണ്ട് നേരിട്ടൊന്ന് സംസാരിക്കാനാ ഞങ്ങൾ വന്നത്. വേണ്ട വേണ്ട, അവിടെ തന്നെ നിന്നാ മതി. ഞാൻ ചെന്ന് പറഞ്ഞോളാം. എടാ മഹേഷേ, അമ്പലമുക്ക് മുതൽ നാഷണൽ ഹൈവേ വരെയുള്ള 5 കിലോമീറ്റർ റോഡിന്റെ ടെൻഡർ ഏത് വിധേനയും നമുക്ക് നേടിയെടുക്കണം. ഞാനിത് അച്ഛനോട് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. ടെൻഡർ ഫോർമാലിറ്റീസ് നോക്കിയാൽ നമുക്കത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതിനൊക്കെ വഴിയുണ്ടടാ. വേണ്ടപ്പെട്ടവരോട്ട് ആലോചിച്ച് ടെൻഡർ സബ്മിഷന്റെ ഡേറ്റ് നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യിക്കാം. നമ്മളെ അങ്ങനെ തടയാൻ പറ്റില്ലല്ലോ. പിന്നെ ആ നശൂലങ്ങള് പിന്നെയും വഴി ചോദിച്ചോണ്ട് വന്നിട്ടുണ്ട്. തമ്പിച്ചേട്ടനെ കണ്ടിട്ടേ പോകൂന്ന്. ആര്? ആ ലോട്ടറി സുരേന്ദ്രനോ? ആ, അവര് തന്നെ. കുന്തം. ഇവിടെ ഒരു പ്രധാന കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴോ അവന്റെ ഒരു വഴി പ്രശ്നം. മഹേഷേ, താഴെ ചെന്ന് എന്തെങ്കിലും പറഞ്ഞ് ആ നാശങ്ങളൊന്ന് പറഞ്ഞു വിടാൻ നോക്ക്. ശരി അച്ഛാ. നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ വഴി പ്രശ്നം പറഞ്ഞുകൊണ്ട് മേലാൽ ഇവിടെ വരരുതെന്ന്? അങ്ങനെ പറയില്ല മകേഷേട്ടാ. കഷ്ടിച്ചൊരു 2 സെന്റ് മാത്രം മതി. അച്ഛൻ്റെ ആ മുച്ചക്ര സൈക്കിൾ ഒന്ന് കടന്നുപോയുള്ള വഴി മാത്രം മതി. നിങ്ങൾക്കത് വിറ്റിട്ട് വഴിയുള്ള വേറെ എവിടെയെങ്കിലും പൊക്കൂടെ? ഉമ്മ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. അങ്ങനെ പറയല്ലേ കുഞ്ഞെ, അതിനുള്ള സ്ഥിതിയൊന്നും ഞങ്ങൾക്കില്ല.
സ്ഥിതിയിലേക്ക് ബാക്കിയുള്ളവരെന്താ വേണം? ഉപേക്ഷിക്കല്ലേ മോനെ. 4 ദിവസം മുമ്പും ചേട്ടന്റെ കാലി കുപ്പിച്ചില് തറച്ചു മുറിഞ്ഞ് തമ്പി സാറിനെ നേരിട്ട് കണ്ട് സഹായം കൂടി ചോദിക്കാനാ ഞാനും കൂടി വന്നത്. അതെന്തേ? ഞാൻ മലയാളത്തിലല്ലേ നിങ്ങളോട് പറഞ്ഞത്? മഹേഷേട്ടാ, സൗജന്യമായി തരണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു തുക വില പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും തന്നുകൊള്ളാം. ഒടുവിൽ എന്റെ വസ്തുവിന് വില പറയാൻ വേണ്ടി വരെ ആയോ നീയൊക്കെ? ആട്ടെ, എന്ത് വില തരും? എന്റെ കുടുംബത്തിലെ സ്ഥിതി തമ്പി സാറിന് അറിയാമല്ലോ. എന്നാലും ഞങ്ങളെ കൊണ്ടാവുന്നത് ഞങ്ങൾ തരും. പൊന്നും വില കൊടുത്ത് ഞാൻ സ്വന്തമാക്കിയ ഭൂമിയാ. 2 സെന്റിന് 15 ലക്ഷം രൂപ രൊക്കം കിട്ടും എനിക്ക്. എന്താ പറ്റുമോ നിന്നെ കൊണ്ട്? അയ്യോ, അത്രയും വലിയ തുകയോ? അത്രയും വലിയ തുക ഞങ്ങളുടെ ഇല്ല തമ്പി സാറേ. പറ്റില്ലെങ്കിൽ കടന്നു പോയിടാ. കാശിന് വകയില്ലെങ്കിലും വസ്തുവിന് വില പറയാൻ വന്നിരിക്കുന്നു. എടാ മഹേഷേ, പറഞ്ഞു വിടറ ഇതുങ്ങളൊക്കെ. മനുഷ്യന്റെ സമയം മെനക്കെടുത്ത് നടക്കുന്നു. വാടി ഇവിടെ. ലക്ഷ്മി, ഇങ്ങോട്ടൊന്ന് വന്നേ. ദാ വരുന്നമ്മേ. നീ എന്തെടുക്ക അവിടെ? പാവങ്ങളല്ലേ അമ്മ ഇവര്. അമ്മയ്ക്ക് അച്ഛനോട് ഒന്നുകൂടി പറഞ്ഞൂടെ ഒരു 2 സെന്റ് ഭൂമി ആ പാവത്തിന് കൊടുക്കാൻ? അത് കിട്ടിയാൽ ആ ബാലുവിന്റെ അച്ഛന് ഇഴയാതെ സൈക്കിളോട്ടിച്ച് വീട്ടിൽ കയറാമല്ലോ. നിനക്ക് തടി അവനോട് ഇത്ര സഹതാപം? സങ്കടം ഉണ്ടമ്മേ. ആ ബാലു ഞാൻ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാ. മിടുക്കനായിരുന്നു. ഗതികേട് കൊണ്ട് ഓട്ടോ ഡ്രൈവർ ആയതാ. എന്നെ കണ്ടപ്പോ അവന്റെ മുഖം ഒന്ന് കാണണ്ടായിരുന്നു. ആ, ഇതും പറഞ്ഞോണ്ട് നീ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ല്. നിന്നെ ആദ്യം കൊല്ലും. അതുകൊണ്ട് എന്റെ മോള് പോയിരുന്ന് പഠിക്കാൻ നോക്ക്. പറഞ്ഞത് കേട്ടില്ലടാ, ഒന്നിറങ്ങി പോണം. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. മഹേഷേട്ടാ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട്. നോ. അയ്യോ മോനെ. മോനെ, അച്ഛനോട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കിയാ. നിന്നോടൊക്കെ പറഞ്ഞ് ഇറങ്ങി പോവാൻ. പറഞ്ഞാലും മനസ്സിലാവത്തില്ല നാശങ്ങൾക്ക്. മേലാൽ ഈ കാര്യം പറഞ്ഞിട്ട് പഴി ചവിട്ടി പോവരുത്. കണ്ണീരുറയും കാണാക്കയങ്ങളിൽ കനവിൻ തോണിയണങ്ങിടുമോ? കണ്ണീരുറയും കാണാക്കയങ്ങളിൽ കനവിൻ തോണിയണങ്ങിടുമോ? കനലെരിയുന്നൊരി മരുഭൂമിയിൽ കനവുകളൊരു നാൾ പൂവിടുമോ? കനലെരിയുന്നൊരി മരുഭൂമിയിൽ കനവുകളൊരു നാൾ പൂവിടുമോ? ഇരുളിൻ തടവിൽ ഒരു നാളിൽ പുതിയൊരു പുലരിയണഞ്ഞിടുമോ? ശരതേട്ടാ, തിരക്കിലാണോ? ആ ബാലുവോ, വാ ഇരിക്ക്. ഇന്നെന്താ ഓട്ടം പോയില്ലേ നീ? ഇരിക്കുന്നില്ല ശരതേട്ടാ. മുമ്പൊരിക്കൽ ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചായിരുന്നല്ലോ, ഞങ്ങളുടെ വഴി പ്രശ്നം. ആ ഓർമ്മയുണ്ട് ബാലു. അതെങ്ങനെയാ ഒന്ന് പരിഹരിക്കുക? ഞാനിതിനിടയ്ക്ക് ഈ വിഷയം
തമ്പി സാറുമായിട്ടൊന്ന് സംസാരിച്ചായിരുന്നു. പക്ഷേ അമ്പിനും വിലിനും അടുക്കുന്നില്ലല്ലോ അയാൾ. ചേട്ടാ അതെങ്ങനെയും ഒന്ന് ശരിയാക്കണം. ശരത്തേട്ടാ, റെസിഡൻറ്റ് അസോസിയേഷൻ ഭാഗത്തു നിന്നും കാര്യമായിട്ടൊന്ന് ഇടപെട്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ബാലു, ഭിന്നശേഷിക്കാരുടെ പരാതികൾക്ക് പരിഹാരം കാണാനേ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് ഒരു ഓഫീസുണ്ട്, സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റ്. ഭിന്നശേഷി കമ്മീഷണർക്ക് ഒരു പരാതി കൊടുത്താൽ സത്വര നടപടിയുണ്ടാവും. നമുക്ക് ആദ്യം അങ്ങനെ ഒന്ന് നോക്കിയാലോ? ആയിക്കോട്ടെ ശരത്തേട്ടാ, അങ്ങനെ ഒരു വഴിയുണ്ടല്ലേ? ഉറപ്പായും. ശരത്തേട്ടൻ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അല്ലേ? മനോഹര മെമ്പറോടും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കൂടി തമ്പി സാറിനെ കണ്ടൊന്ന് സംസാരിച്ചാൽ. അങ്ങേരു വല്ലാത്തൊരു ജാതി തന്നെയാണേ. പുള്ളിയുടെ മോനുണ്ടല്ലോ ഒരു മഹേഷ്, അവൻ അതിലും വലിയ കൃമി. ലോകത്തെങ്ങുമില്ലാത്ത വിലയാ 2 സെന്റിന് അവർ ചോദിക്കുന്നത്. മനോഹര മെമ്പറെ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. എന്തു പറഞ്ഞു? പതിവ് പല്ലവി തന്നെ, പരിഹാരം ഉണ്ടാക്കാന്ന്. പരിഹാരം ഉണ്ടാക്കുന്നു. മെമ്പർ ഇപ്പൊ എവിടെ കാണും? ഞാൻ ഇങ്ങോട്ട് വന്നപ്പം നമ്മുടെ സുലോചനേച്ചിന്റെ മുറ്റത്ത് സംസാരിച്ചിരിക്കുന്നത് കണ്ടായിരുന്നു. ആണോ? എന്നാ കയ്യോടെ മെമ്പറെ കണ്ടു കളയാം. നീ വണ്ടി എടു. പഞ്ചായത്തിൽ ഫണ്ടില്ല സുരേട്ടത്തി. ഫണ്ടില്ലാതെ എന്റെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തുമെന്ന് ഈ മനോഹര മെമ്പർ ഉറക്കെ ചോദിക്കുകയാണ്. ഉറക്കെ ചോദിക്കണ്ട മെമ്പറെ, പതുക്കെ പറഞ്ഞാ മതി. ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അല്ല, ഞങ്ങൾ മെമ്പർമാരുടെ രീതി അതാണ്. എനിക്ക് 2 കിൻഡർ ജോയും 1 ലോലിപോപ്പും വാങ്ങിച്ചു തന്നു. മെമ്പറെ, ഞാനൊന്ന് കാണാനിരിക്കും. ഇതാര്? ജാനകി ചേച്ചി. ഇതാരുടെ ട്രോഫി? മോളുടെയോ മോന്റെയോ? മോളുടെ കുട്ടിയാ മെമ്പറെ. മനോഹര മെമ്പറെ, അപ്പൊ എന്റെ മുട്ടക്കോഴികളുടെ കാര്യം? ഈ മനോഹര മെമ്പർ ജീവിച്ചിരുന്നാൽ സുലേനേട്ടത്തിക്ക് മുട്ടക്കോഴികളെ കിട്ടിയിരിക്കും. ഇത് മനോഹര മെമ്പറാ പറയുന്നത്. ഞാൻ പറഞ്ഞ അറിയാമല്ലോ. അപ്പൊ മെമ്പറെ, എനിക്കുള്ള പശുവിന്റെ ലോണോ? മറന്നിട്ടില്ല ജാനകി ചേച്ചി. അമ്മൂമ്മേ, പശുവിന് ആരെങ്കിലും ലോൺ കൊടുക്കുമോ? എന്താ സംശയം? പശുവിനുള്ള ലോൺ കൊടുക്കുന്നുണ്ടല്ലോ. പശുവിന് ആരാ മെമ്പറെ ലോൺ കൊടുക്കുന്ന? പശുവിനെ വാങ്ങാൻ മനുഷ്യർക്കല്ലേ ലോൺ കൊടുക്കുന്ന? അല്ലേ അല്ലേ? മനോഹര മെമ്പറെ, ആ നീ വന്നേ. അതാ വരുന്നത്. എന്തായിരുന്നു മെമ്പറെ അവിടെ? കൃഷി വല്ലതും നടക്കുവോ? ഓ, അവിടെ മുട്ടക്കോഴിയും കറാപ്പശും മാത്രമേ ഉള്ളൂ. ആ, ഇന്നത്തേക്കത് മതിയല്ലോ. ഓ, എന്താ പിന്നെ മനോഹര മെമ്പറെ വിളിച്ചതേ, ആ ബാലു മുമ്പ് ഒരു വഴിപ്രശ്നം മെമ്പറോട് പറഞ്ഞിരുന്നു. ഓ, തമ്പി സാറിനോടും മഹേഷിനോടും സംസാരിച്ചേ അതൊന്ന് ശരിയാക്കി കൊടുക്കണം. പണ്ട് ഞാൻ സംസാരിച്ച പുള്ളിയോട്. എന്നെ അടിച്ചില്ലെന്നേ ഉള്ളു. കോടികളുടെ ആസ്തിയുണ്ട്, മനുഷ്യത്വം തീരെ ഇല്ല. നമുക്ക് ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ മെമ്പറെ? കഷ്ടിച്ച് ഒരു 2 സെന്റ് കിട്ടിയ സൈക്കിൾ ഓടിച്ച് തന്നെ അച്ഛൻ്റെ വീട്ടിലെത്താം. ഞാനിത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചാലോ എന്ന് ആലോചിക്കുക. ഏതെങ്കിലും ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി സാമ്പത്തിക സഹായം അനുവദിക്കാൻ ശ്രമിക്കാം. വളരെ നല്ലത്. റെസിഡൻസ് അസോസിയേഷന്റെ കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് കഴിയുന്നൊരു തുക ഞാനും സംഘടിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന തുക ഞങ്ങളും സംഘടിപ്പിക്കും ശരത്തേട്ടാ. ഓക്കെ, അപ്പോൾ ഇനി തമ്പി സാറിനെയും മഹേഷിനെയും പറഞ്ഞ് സമ്മതിപ്പിക്കുക എന്ന ദൗത്യമാണുള്ളത്. അത് ഞങ്ങൾ മെമ്പറെ ഏൽപ്പിക്കുന്നു. ഈ മനോഹര മെമ്പറിന്റെയും അസോസിയേഷൻ കമ്മിറ്റിയുടെയും സാന്നിധ്യത്തിൽ തമ്പി സാറിനോടും മഹേഷിനോടും സംസാരിച്ച് ഒരു അനുകൂല തീരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കാം. എന്തേ? എന്നാ പിന്നെ അത് അസോസിയേഷന്റെ ഓഫീസിൽ വെച്ച് തന്നെ ആകട്ടെ. എന്താ മെമ്പറെ? ഓക്കെ, അപ്പൊ നമുക്കൊരു ചായ കുടിച്ച് പിരിയാം. വണ്ടി കയറും. നമസ്കാരം.
സാർ. മിസ്റ്റർ മാധവൻ തമ്പി വന്നിട്ടുണ്ടെങ്കിൽ വരാൻ പറയൂ. വിളിക്കാം സാർ. നമസ്കാരം. മിസ്റ്റർ മാധവൻ തമ്പി ബിൽഡിംഗ് കോൺട്രാക്ടർ അല്ലേ? അതെ. മിസ്റ്റർ തമ്പിയെ വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് അറിയാമോ? ഒരു ഹിയറിംഗ് നോട്ടീസ് കിട്ടി. പിന്നെ ഇവരെയൊക്കെ കണ്ടപ്പോൾ കാര്യം മനസ്സിലായി. തമ്പി, ഭിന്നശേഷി ഒരു രോഗാവസ്ഥയല്ല, അതൊരു ജീവിതാവസ്ഥയാണ്. അല്ല, സാറ് പറഞ്ഞു വരുന്നത്? താങ്കളുടെ അയൽവാസിയായ മിസ്റ്റർ സുരേന്ദ്രൻ എന്ന ഭിന്നശേഷി വ്യക്തിക്ക് തന്റെ മുച്ചക്ര സൈക്കിൾ ഓടിച്ച് വീട്ടിലേക്ക് വരുന്നതിന് വഴി നൽകാൻ ഒന്ന് സന്മനസ് കാണിച്ചുകൂടി? വെറും 2 സെന്റ് ഭൂമി മതി സാർ. അതെ, വെറും 2 സെന്റ് ഭൂമി. സൗജന്യമായിട്ട് വേണ്ട, അവർ അതിന് തക്ക പ്രതിഫലവും നൽകും. സാർ ഏത് നിയമത്തിന്റെ വെളിച്ചത്തിലാണ് സംസാരിക്കുന്നത്? തമ്പി, നിയമത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ there is no need to request you. I have the right to issue order and you are liable to obey the same. സാർ ഉദ്ദേശിക്കുന്നത്? തമ്പി, 2016 കേന്ദ്ര സർക്കാർ പാസാക്കിയ ഭിന്നശേഷി അവകാശ നിയമം അനുസരിച്ച് ഭിന്നശേഷിക്കാർക്ക് എല്ലാവിധ അവകാശങ്ങളും ഉറപ്പു നൽകുന്നുണ്ട്. ഓഹോ, അങ്ങനൊരു നിയമമുണ്ടോ? തീർച്ചയായും അങ്ങനെയൊരു നിയമമുണ്ട്. താങ്കൾക്ക് സമയം കിട്ടുമ്പോൾ ഈ പുസ്തകം വായിച്ചു നോക്കിയാൽ നിയമത്തിന്റെ പിൻബലം കൊണ്ട് മാത്രം ഒരു ന്യായാധിപനെ നീതി നടപ്പാക്കാൻ സാധ്യമല്ല. നീതി നടപ്പാക്കാൻ ഇതിലുള്ളത് എല്ലാ നിയമവും ഉള്ളടങ്ങിയ ആ തത്വം മാത്രമാണ് മനുഷ്യത്വം. സമ്മതിക്കുന്നു. മനുഷ്യന്റെ അടുത്ത നിമിഷം പോലും പ്രകടമാണ്. ഇന്നോ നാളെയോ നാം എല്ലാം സമ്പാദിച്ച ഒന്നും കൊണ്ടുപോകില്ല. സാറ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ വിട്ടുതരണമെന്ന് പറയുന്ന ഈ ഭൂമി എനിക്കാരും സൗജന്യം തന്നതല്ല. അതെനിക്കറിയാം. അമ്പി ഉദ്ദേശിക്കുന്ന വിലയല്ലെങ്കിലും ന്യായമായ വില നൽകാൻ ഇവർ തയ്യാറാണ്. തമ്പി, ഇവിടെയാണ് നാം എല്ലാവരും മനുഷ്യരാണ്. രംഗം മനുഷ്യരല്ലാട്ട് അവർ തരുന്ന ന്യായമായ വില സ്വീകരിച്ച് ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിലൂടെ ഈ പരാതി ഇവരെ പരിഹരിക്കണമെന്നാണ് കമ്മീഷൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. പിന്നെ കമ്മീഷണർ സാറ് പറഞ്ഞ കേസായതുകൊണ്ട് ഞാൻ അനുഭവപൂർവ്വം പരിഗണിക്കാം. ഞാൻ ആലോചിച്ച് പറയാം. ഞാൻ ഇറങ്ങുന്നു. ഈ പരാതിയുടെ ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് കമ്മീഷനിൽ നിന്ന് ഉറപ്പായും ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ സമാധാനമായി. ശരി സാർ. താങ്ക് യു. താങ്ക് യു സാർ. അപ്പോഴേ നീ വയ്ക്കോ, ഞാൻ വിളിക്കാം. അല്ല, നമ്മൾ നേരത്തെ അറിയിച്ചല്ലേ. എനിക്ക് പോകാൻ അല്പം ധൃതിയുണ്ട്. എന്തെങ്കിലും സംസാരിക്കാനോ തീരുമാനിക്കാനോ ഉണ്ടെങ്കിൽ വേഗം വേണം. മെമ്പറും പ്രസിഡന്റ് കാര്യം എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചൊന്ന് പറ. അതായത് തമ്പി സാറേ, ബാലുവിനെ കണ്ടപ്പോൾ തന്നെ കാര്യം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. തമ്പി സാർ ഈ കാര്യത്തിൽ അല്പം വിട്ടുവീഴ്ച കാണിക്കണം. സുരേന്ദ്രൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് മുച്ചക്ര സൈക്കിൾ ഓടിച്ചു പോകാനുള്ള വഴി തമ്പി സാർ വിട്ടുകൊടുക്കണം.
സൗജന്യമായിട്ട് വേണ്ട, ന്യായമായ വില ഞങ്ങൾ സംഘടിപ്പിച്ചു തരാം. സാർ ഈ കാര്യത്തിൽ ഒരല്പം മാനുഷിക പരിഗണന കാണിക്കണം. എന്ത് വിട്ടുവീഴ്ച? ഞാനൊരു കോൺട്രാക്ടറും ബിസിനസ്സുകാരനുമാണ്. നഷ്ടക്കച്ചവടം നടത്തി പുണ്യം നേടണമെന്ന് യാതൊരു ആഗ്രഹവും എനിക്കില്ല. തമ്പി സാറേ, സുരേന്ദ്രൻ ചേട്ടൻ ഒരു ഭിന്നശേഷിക്കാരനാ. ആ ഒരു പരിഗണനയെങ്കിലും ആ കുടുംബത്തോട് കാണിക്കണം. നഷ്ടം സഹിച്ച് എന്ത് പരിഗണന കാണിക്കണമെന്നാ മെമ്പർ പറയുന്നത്? പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള സഹായവും അസോസിയേഷന്റെ ഫണ്ടും പിന്നെ ബാലുവിന്റെ സമ്പാദ്യവും എല്ലാം കൂടി ചേർത്ത് ഒരു 3 ലക്ഷം രൂപ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വാങ്ങണം. നിഷേധിക്കാതെ ദയവായി തമ്പി സാർ അത് വാങ്ങി ഒരു 2 സെന്റ് ഭൂമി ബാലുവിന്റെ കുടുംബത്തിന് നൽകണം. നിങ്ങൾ എന്റെ സമയം മെനക്കെടുത്തരുത്. സഹതാപം കാണിച്ചുള്ള ഒരു നഷ്ടക്കച്ചവടത്തിന് ഞാനില്ല. മകേഷേ, ദയവായി നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കണം. അതെ, ഒരു അനുകൂല തീരുമാനമാണ് അസോസിയേഷൻ ആഗ്രഹിക്കുന്നത്. ആലോചിക്കണമെന്നില്ല. ഞങ്ങൾക്ക് കിട്ടേണ്ട വില അച്ഛൻ ബാലുവിനോട് പറഞ്ഞിട്ടുണ്ട്. അതൊട്ടും കുറയില്ല. നിങ്ങൾ വേറെ പണി നോക്കണം. നമുക്ക് ഈ ചർച്ച ഇവിടെ നിർത്താം. ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയാം. മേലാൽ ഈ പ്രശ്നവും എഴുന്നള്ളിച്ചുകൊണ്ട് വല്ലവന്റെയും വക്കാലത്തുമായിട്ട് എന്റെ അടുത്ത് വന്നു പോരുത്. അയ്യോ, അച്ഛാ, 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 അയ്യോ, അയ്യോ, ആരെങ്കിലും പോയി ആംബുലൻസോ കാറോ ഒന്ന് കൊണ്ടുപോവാ. ആംബുലൻസിന് കാത്തുന്ന സമയമായിരിക്കും. വണ്ടി എടുക്കാം. പതിയെ. അയ്യോ, സൈഡ് നോക്കണേ. രണ്ടുപേരും കൂടി ഇങ്ങനെ കൂടി നിൽക്കല്ലേ? പ്ലീസ്, രണ്ടുപേരും മതി. ഇന്റേണൽ ഹെഡ് ഇഞ്ചുറി ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. സീറ്റ് എടുത്ത ശേഷം ICUലോട്ട് മാറ്റേണ്ടി വരും. എന്തോ പറയുന്നു? ആയിക്കോട്ടെ ഡോക്ടർ. ശരത്തേട്ടാ, അച്ഛൻ. എന്താ മഹേഷേ, ടെൻഷൻ അടിക്കല്ലേ? ഒട്ടും സമയം വൈകാതെ നമ്മളിങ്ങ് എത്തിച്ചില്ലേ? വിഷമിക്ക. ഒരു മണിക്കൂറായി കയറിയിട്ട്. പുള്ളിയുടെ വീട്ടില് അറിയിച്ചിട്ടുണ്ടോ? വൈഫും മകളും പുറപ്പെട്ടിട്ടുണ്ട്. ഉടനെ എത്തും. എന്തായി ഡോക്ടർ, എങ്ങനെയുണ്ട് അച്ഛന്? പുറമേ പരുക്കുകളൊന്നും തന്നെ ഇല്ല. നല്ല ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ന്യൂറോ സർജറി ചെയ്യണം. O നെഗറ്റീവ് ബ്ലഡ് വേണം.
എന്ത് വേണമെങ്കിലും ആവാം ഡോക്ടർ, വേണ്ടത് ചെയ്തോളൂ. ഓക്കെ ദെൻ യെസ് സർ. ബാക്കി ഫോർമാലിറ്റീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്തോളൂ. ഓക്കെ സർ, ശരി ചെയ്യാം. ശരത്തേട്ടാ, ഏയ് എന്താ മഹേഷ്, ചെയ്യാനുള്ളതെല്ലാം നമ്മൾ ചെയ്തില്ലേ? സമാധാനമായിരിക്കുക. അയ്യോ 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 എന്താ പേടിക്കാനൊന്നുമില്ല. ചെറിയൊരു സർജറി വേണ്ടി വരും. അയ്യോ കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിങ്ങളിപ്പോ അങ്ങോട്ട് പോകണ്ട. മോനെ ഇവിടെ ഇരിക്ക്, ഇരിക്ക്, അയ്യോ ഇരിക്ക്. മോനെ അയ്യോ ഡോക്ടർ, ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. താമസിക്കാതെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ടും അയ്യോ ബ്ലഡ് കിട്ടിയത് കൊണ്ടുമാണ് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. അയ്യോ ഡോക്ടർ പേടിക്കൊന്നുമില്ലല്ലോ? ആ 24 മണിക്കൂർ ഒബ്സർവേഷനിലായിരിക്കും. ബോധം തെളിഞ്ഞിട്ട് റൂമിലേക്ക് മാറ്റാം. അയ്യോ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ? തൽക്കാലം വേണ്ട. ഡിസ്ചാർജ് ചെയ്താലും നടക്കാൻ കുറച്ച് ഡിസബിലിറ്റി ഉണ്ടാകും. ചെറിയ രീതിയിൽ മെമ്മറി ലോസും ഉണ്ടാകും. അയ്യോ പൂർണ്ണമായും പഴയ രീതിയിലാവാൻ 1-2 വർഷങ്ങളെടുക്കും. അതുവരെ വളരെ ശ്രദ്ധിക്കണം. എപ്പോഴും കൂടെ ഒരാളുണ്ടാവണം. ശരി ഡോക്ടർ, താങ്ക് യു. ശരി മോനെ. അയ്യോടെ സർജറി കഴിഞ്ഞു. തൽക്കാലം പേടിക്കാനൊന്നുമില്ല. അതെ അതെ, വെറുതെ കടുംപിടുത്തം പിടിക്കാതെ ഒരല്പം വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനൊന്നും വരില്ലായിരുന്നു. ശരത്തേട്ടാ, ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ ആ പാവങ്ങളോട് വേണ്ട, ഒന്നും പറയണ്ട. നിന്റെ മനസ്സെനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരോട് കാണിച്ച ക്രൂരതയ്ക്കുള്ള ശിക്ഷയായിരിക്കും ഇത്. മഹേഷേ, നമ്മളൊന്നും ലോകാവസാനം വരെ ഒന്നും ജീവിച്ചിരിക്കില്ല. നമുക്കൊക്കെ 2 കാലിൽ നിവർന്നു നിൽക്കാൻ കഴിയുന്നതും 2 കൈയും വീശി നടന്നു പോകാൻ കഴിയുന്നതും സുരേന്ദ്രൻ ചേട്ടന്റെ ഗതി വരാതിരിക്കുന്നതും ഒന്നും നമ്മുടെ മിടുക്കൊണ്ടൊന്നല്ല. ഏതോ ഒരു ശക്തി നമ്മളോട് കാണിക്കുന്ന ഔദാര്യമാണത്. എന്തേ, ശരിയല്ലേ? ശരിയാണ്, എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശരത്തേട്ടാ. ഒരുപക്ഷെ ആ ശക്തിയെ ആകാം നമ്മൾ കൃഷ്ണനെന്നും ക്രിസ്തു എന്നും അള്ളാഹു എന്നും ഒക്കെ പേരിട്ട് വിളിക്കുന്നത്. എന്റെ നെഞ്ചത്തൊരു വലിയ പാറക്കല്ലിരിക്കുന്ന പോലെ ആ ഭാരം എനിക്ക് ഇറക്കി വെച്ചേ പറ്റൂ. ജീവിതമില്ലാതാകാൻ വലിയ വീഴ്ചകളൊന്നും വേണ്ട. ഒന്ന് കാലിടറിയാൽ മതി. എല്ലാം തികഞ്ഞവരെന്ന് കരുതുന്ന നമ്മളൊക്കെ ഭിന്നശേഷിക്കാരനാകാൻ ഒരു നിമിഷം മതി. മറിഞ്ഞു വീണും ബോധം പോകുമ്പോൾ താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാനും രക്തം കൊടുക്കാനും കൂടെ നിൽക്കാനും ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വന്നേ പറ്റൂ. ആ ഒരാൾ ചിലപ്പോൾ ജീവിതത്തിൽ നമ്മൾ ആദ്യമായി കാണുന്ന ഒരാളായിരിക്കും. ശരത്തേട്ടാ, അച്ഛന് രക്തം കൊടുത്തത് ആരായിരുന്നു? അപേക്ഷയുമായി പലവട്ടം നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടും ആരെയാണോ നിങ്ങൾ ആട്ടിപ്പുറത്താക്കിയത് ആ കൈകളല്ലേ തമ്പി സാറിന്റെ ജീവൻ രക്ഷിച്ചത്. തമ്പി സാറിന് രക്തം നൽകിയ ആളിനെ കാണണ്ടേ മഹേഷിന്? ബാലു,
ക്ഷമ ചോദിക്കാൻ പോലുള്ള അർഹതയില്ല എനിക്ക്. അങ്ങനൊന്നും പറയല്ലേ മഹേഷേട്ടാ. അച്ഛനെ കൊണ്ട് ഞങ്ങൾ അത്രയും കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാ എത്ര ആട്ടി പറഞ്ഞു വിട്ടിട്ടും വീണ്ടും അപേക്ഷിക്കാൻ വരുന്നത്. ശരത്തേട്ടാ, എനിക്ക് ബാലുവിന്റെ വീട്ടിൽ പോയി സുരേന്ദ്രൻ ചേട്ടനൊന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. അതിനെന്താ, നമുക്ക് പോകാമല്ലോ. നമുക്ക് മനോഹര മെമ്പറേയും കൂടെ കൂട്ടി ഒരു ദിവസം പോകാം. ബാലു, അച്ഛനെ ഡിസ്ചാർജ് ചെയ്താൽ ഉടൻ തന്നെ ഞാൻ ബാലുവിന്റെ വീട്ടിലേക്ക് വരും. അതിനെന്താ മഹേഷേട്ടാ, എപ്പോ വേണേലും എൻ്റെ വീട്ടിലേക്ക് വരാം. എന്നാ ശരി, ഞാനിന്ന് റൂമിലോട്ട് പൊക്കോട്ടെ. ശരത്തേട്ടാ, ഇനിയെങ്കിലും അവരെ മനസ്സൊന്ന് മാറിയാൽ മതി ശരത്തേട്ടാ. ബാലു സമാധാനമായിരിക്കെ. ഇപ്പോൾ നടക്കുന്നതെല്ലാം നല്ലതിനാണെന്ന് മാത്രം വിചാരിച്ചോളൂ. ബാലു ഇറങ്ങാൻ പോകുന്നു. അല്ല, ഇത് ആരൊക്കെയാ? വരണം, അകത്തേക്ക് വരൂ. വാ. ആ സുമ ചേച്ചിയെ. അമ്മേ, ഇത് ആരൊക്കെയാ വന്നേക്കെന്ന് നോക്കിക്കേ. ഉള്ള സൗകര്യത്തിലൊക്കെ ഇരിക്കട്ടോ. അയ്യ, ആഹാ, മഹേഷ് കുഞ്ഞുണ്ടോ? തമ്പി സാറിന് എങ്ങനെയുണ്ടിപ്പോ? കുറവുണ്ടോ? ആ അച്ഛനെ ഡിസ്ചാർജ് ചെയ്തു. പേടിക്കണമൊന്നുമില്ല. അമ്മേ, അയ്യോ, ഞാൻ മറന്ന്. നിങ്ങൾ ഇരിക്കെ, ഞാൻ കട്ടൻ ചായ എടുക്കാം. ഓ, ചായ ഒന്നും വേണ്ട. സുമേച്ചി ഇവിടെ നിന്നേ, ഒരു കാര്യം പറയാനുണ്ട്. ചില നിമിത്തങ്ങളാണ് മറ്റു ചില നല്ല കാര്യങ്ങളിലേക്ക് വഴിതെളിക്കുന്നത്. മറ്റൊന്നുമല്ല സുമേച്ചി, കാലങ്ങളായുള്ള നിങ്ങളുടെ ആവശ്യം തമ്പി സാറും മകേഷും സമ്മതിച്ചിരിക്കുന്നു. ആ സുരേന്ദ്രൻ ചേട്ടാ, ഇങ്ങോട്ടൊന്ന് വന്നാട്ടെ. ആ ആ എന്താ എല്ലാരും കൂടെ? മഹേഷേ, അത് ബാലുവിന്റെ കയ്യിലോട്ട് കൊടുത്തേ. എന്താ ശരത്തേട്ടാ ഇത്? നിങ്ങൾ ആവശ്യപ്പെട്ടതിൽ കൂടുതൽ ഭൂമി സുരേന്ദ്രന്റെ പേരിൽ വിട്ടുതന്നുകൊണ്ടുള്ള പ്രമാണം. സുരേന്ദ്രൻ ചേട്ടാ, സന്തോഷമായില്ലേ? വളരെ സന്തോഷമായി ഉമ്മറേ. കരയരുത്, സന്തോഷിക്കല്ലേ സുമേജി ഇപ്പൊ വേണ്ടത്. സുമേച്ചിയുടെ സന്തോഷം കണ്ടതല്ലേ അത്? നന്ദിയുണ്ട് മോനെ, ഒത്തിരി നന്ദിയുണ്ട്. ഒരു കാര്യം കൂടി, ഇതിനായി നിങ്ങൾ 1 രൂപ പോലും മുടക്കണ്ട. തികച്ചും സൗജന്യം. ചെയ്തു പോയ തെറ്റിനുള്ള പശ്ചാത്താപമല്ല ബാലു ഇത്. നോട്ടുകെട്ടുകൾക്ക് കടലാസിന്റെ വിലയേ ഉള്ളൂ എന്ന് പഠിപ്പിച്ച് തന്നതിനാണ്. സന്തോഷമായില്ലേ എല്ലാവർക്കും? എന്താ പറയേണ്ടത് പോലും എനിക്കറിയില്ല. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ശരത്തേട്ടാ, 2 ദിവസം കഴിഞ്ഞ് ബാലുവിനെയും കൂട്ടി എൻ്റെ വീട്ടിലേക്കൊന്ന് വരണം. ചുമ്മാ മഹേഷ് ഇങ്ങോട്ട് വന്നതുപോലെ നമുക്ക് അങ്ങോട്ടൊന്ന് പൊക്കളയാം. അപ്പൊ ഞാൻ വരണ്ടേ? മനോഹര മെമ്പറെ പ്രത്യേകിച്ച് വിളിക്കേണ്ട വല്ല കാര്യവും ഉണ്ടോ? ആ അപ്പൊ സുരേന്ദ്രൻ ചേട്ടോ, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുവാണേ. ഓ ആയിക്കോട്ടെ. ബാലു, ഇന്ന് ഓട്ടം പോയില്ലേ? ഇല്ല മഹേഷേട്ടാ, ഇന്ന് വണ്ടി എടുത്തില്ല. ഡേ നിങ്ങളും സമാധാനപ്പെടേ. മനോഹര മെമ്പർ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കക്കൂസ് കിട്ടിയിരിക്കും. എന്തോന്ന് മെമ്പർ ഇത്? ഒരു നല്ല കാര്യത്തിന് വന്ന് കയറുമ്പോഴാണോ കക്കൂസും കുളിമുറിയും എരുത്തിലും ഒക്കെ? നിങ്ങൾക്ക് അതൊക്കെ പറയാം, എനിക്ക് എന്റെ നിലനിൽപ്പാ പ്രധാനം. എന്താ മഹേഷേട്ടാ വരാൻ പറഞ്ഞത്? ബാലു, മഹേഷ് സുരേന്ദ്രൻ ചേട്ടൻ ഒരു സമ്മാനം തരാൻ പോകുന്നു. അത് ഏറ്റുവാങ്ങാനാണ് നമ്മൾ എത്തിയത്. സമ്മാനോ? എന്ത് സമ്മാനം? ഏറ്റവും വലിയ സമ്മാനമല്ലേ മഹേഷേട്ടൻ ഞങ്ങൾക്ക് തന്നത്. ബാലു, ആ കയ്യൊന്ന് കിട്ടിക്കേ. മകേഷ് അതങ്ങോട്ട് കൊടുത്തട്ടെ. സുരേന്ദ്രൻ ചേട്ടൻ ഇനി ആ പഴയ സൈക്കിൾ കറങ്ങി കഷ്ടപ്പെടണ്ട. ബാലുവിന്റെ അച്ഛന് ഞങ്ങളുടെ വക ഒരു ചെറിയ സമ്മാനം, ഒരു മുച്ചക്ര സ്കൂട്ടർ. ബാലു,
സ്കൂട്ടർ എങ്ങനെ ഉണ്ടെന്ന് ബാലുവിന് കാണണ്ടേ? പോയി നോക്കിക്കോളൂ. ശരത്തേട്ടാ, എല്ലാത്തിനും നന്ദി, ഒപ്പം നിന്നതിന്. മഹേഷേ, ഭിന്നശേഷിക്കാരോടുള്ള നമ്മുടെ സമീപനം മാത്രം മാറ്റിയെടുത്താൽ മതി. ഈ ഭൂമി അവർക്കും കൂടിയുള്ള മനോഹരമായൊരിടമായി മാറും. ശരിയാ അല്ലേ മെമ്പറേ? പിന്നല്ലാതെ. അയ്യോ, നമുക്കിറങ്ങാം. സുലോചന ചേച്ചിക്ക് മുട്ടക്കോഴി കൊടുക്കേണ്ട ദിവസമായിരുന്നു. ആ ചെക്കൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ? അവന് സ്വർഗം കിട്ടിയ പോലെ. അതെ.